ഓക്കെ, വെൽക്കം ടു സൈക്യു ലേണിംഗ്. ആദ്യം തന്നെ നമ്മൾ ആദ്യത്തെ സെഷനാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഇയർക്കുള്ള. നമുക്ക് BPCC 101 ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയുടെ ക്ലാസ് ആണ് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. ഓക്കെ, ഇന്നലത്തെ സെഷനിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് ഒന്ന് കൈപ്പൊക്കും. ആരൊക്കെ ഇന്നലത്തെ സെഷനിൽ പങ്കെടുത്തു? ഓക്കെ. അത് എല്ലാ ക്ലാസ്സിന് ശേഷം ആ ക്ലാസ്സിന്റെ നോട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഓക്കെ, ഇന്നലത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും ഇന്നലത്തെ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റ് ഇയർത്തെ സ്റ്റുഡൻസ് ഒക്കെ, സെക്കൻഡ് ഇയർത്തെ സ്റ്റുഡൻസും തേർഡ് ഇയർത്തെ സ്റ്റുഡൻസ് ഒക്കെ ഇന്നലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളെ ഏകദേശം ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലെ? അങ്ങനല്ലേ? ക്ലിയർ ആയിട്ടില്ലേ? ഇനി എന്തെങ്കിലും ഇന്നലെ നിങ്ങൾക്ക് ചോദിക്കാൻ വിചാരിച്ചു പക്ഷെ കഴിഞ്ഞില്ല, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. നമ്മൾ ആദ്യത്തെ ബുക്കാണ് എന്ത്? സൈക്കോളജി എന്നുള്ള കരിയറിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലാണ്. ഓക്കെ, സൈക്കോളജി എന്നുള്ള ലാർജ് ഫീൽഡിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ആദ്യത്തെ ഫസ്റ്റ് സ്റ്റഡി മെറ്റീരിയലിസ്റ്റ് ഫസ്റ്റ് ബുക്കായിരിക്കും എന്ത്? ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. എല്ലാ ചാപ്റ്ററും സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പറഞ്ഞു പോകാം. നമുക്ക് ലൈവ് സെഷൻസ് ഇതുപോലെ ദിവസം ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന് ഗ്രൂപ്പിലൂടെ അറിയിക്കും. ആ ദിവസങ്ങളൊക്കെ എന്ത് ചെയ്യാം, പരമാവധി ലൈവ് സെഷനിൽ നിങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കണം. കാരണം ഈ ലൈവ് സെഷനിലായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. പിന്നീട് നിങ്ങൾക്ക് ചോദിക്കട്ടോ, പിന്നീട് നിങ്ങൾക്ക് ഓരോ മെന്ററിനെ നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരും. ആ മെന്ററിനോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ടുള്ള സംശയങ്ങളോ നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരമുണ്ട്. ലൈവ് സെഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇരിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ കയ്യിൽ എന്ത് വേണം? പേന വേണം, ഒരു പുസ്തകം, ഒരു ബുക്കും വേണം എഴുതാനുള്ള. ഓക്കെ, ഇതിൽ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നില്ല. അതായത് ഇഗ്നോന്റെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നോണ്ട് പറഞ്ഞുതരാം. ഇഗ്നോന്റെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഡീപ്പ് നോളജാണ്. അപ്പൊ ആ ഡീപ്പ് നോളജ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഗ്രിക്ക് അത്രത്തോളം നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് കോൺസെപ്റ്റ് ക്ലിയർ ആവുക, പിന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ക്ലിയർ ആവുക. ഇതിലൊരുപാട് ഇത് ഓരോ പ്രൊഫസേഴ്സ് എഴുതിയ പുസ്തകങ്ങളാണ്. കറക്റ്റ് നിങ്ങൾക്കുള്ള സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്ന ഒന്നും ഇങ്ങനെ ഏർപ്പാടാക്കുന്നില്ല. പകരം എന്ത് ചെയ്യുക, ഓരോ പ്രൊഫസർക്ക് കൊടുക്കുക. ആ പ്രൊഫസറിനോട് എന്ത് പറയുന്നു, നിങ്ങളൊരു പുസ്തകം തയ്യാറാക്കണം. അങ്ങനെ എന്ത് ചെയ്യും, അയാൾക്ക് തോന്നിയ പല കാര്യങ്ങളും ആയിരിക്കും എന്ത് ചെയ്യുക, ആ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തുന്നുണ്ടാകുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളും പിന്നെ കോൺസെപ്റ്റ് ക്ലിയറുകളും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ലൈവ് സെഷനിലൂടെ കിട്ടുക. ലൈവ് സെഷൻ ഒരിക്കലും മിസ്സാക്കരുത്. ഓക്കെ, ഈ ലൈവ് സെഷൻ മിസ്സാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. പിന്നീട് എന്തായിരിക്കും, നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ആപ്പിന്റെ ചെറിയൊരു വർക്കും കൂടി ഉണ്ട്, ചെറിയൊരു വർക്ക് കൂടി ഉണ്ട്. ഒരാഴ്ചക്കകം എന്തായിരിക്കും ആപ്പ് നിങ്ങൾക്ക് എത്തും. ഓക്കെ, അപ്പൊ ആ ആപ്പിൽ എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ടുള്ള അപ്ഡേഷനുകൾ നൽകും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൗകര്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ് കേൾക്കാം. ഓക്കെ, കേൾക്കില്ലേ? അല്ലെങ്കിൽ ഒരാള് സൗണ്ട് ഓക്കെ, ഇടക്ക് എന്തെങ്കിലും സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾ സൈക്കോളജി ഫീൽഡിലേക്ക് ഇറങ്ങി വന്നു. പല ആളുകളും ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക, നിങ്ങൾക്ക് ഹിപ്നോട്ടിസ് അറിയോ? പിന്നെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ കഴിയുമോ? അല്ലെ, അങ്ങനത്തെ പല ചോദ്യങ്ങളും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞാനൊക്കെ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് ഈ ഒരാൾ ചോദിച്ചാൽ എന്താണ് കോഴ്സ്, എന്താണ് ചെയ്യണേ, അപ്പൊ ചോദിക്കണ സമയത്ത് എന്ത് ചെയ്യും, നമ്മള് സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ അവരെ മനസ്സിലാകും,
ഇന്റെ മുഖം നോക്കാൻ കഴിയോ, ഇന്നെ പഠിക്കാൻ കഴിയോ, ഇന്നെ കുറിച്ചൊക്കെ എന്താ പറയാൻ കഴിയുക, അങ്ങനത്തെ പല ചോദ്യങ്ങൾ എന്തായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ല, കേട്ടില്ലേ? കേൾക്കാത്തവരുണ്ടാവില്ല. പൊതുവെ എല്ലാവരും ഞങ്ങളെ കൂടെ പഠിക്കുന്നവരൊക്കെ അതാ പറയില്ലേ. ഓക്കെ, അപ്പോ അതല്ല സൈക്കോളജി എന്ന് പറഞ്ഞാല് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം മനസ്സിലാക്കുക. ഈ പുറമെ കേൾക്കുന്ന കാര്യങ്ങളല്ല സൈക്കോളജി. അതിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഈ കോഴ്സ് കഴിയുമ്പോൾ തന്നെ കൃത്യമായിട്ട് എന്താണ് സൈക്കോളജി, നിങ്ങൾ ഇത് എടുത്തത് കൊണ്ടുള്ള ലക്ഷ്യം, നിങ്ങൾ ഏതൊക്കെ മേഖലയിലേക്ക് പോകാം എന്നതിനൊക്കെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം നിങ്ങളിലേക്ക് എത്തിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ക്ലാസ് തുടങ്ങാം കേട്ടോ. പ്രധാനമായിട്ടും 2 യൂണിറ്റ് ആണ് എടുക്കാൻ പോകുന്നത്. യൂണിറ്റ് 1 ഒറിജിൻ ഓഫ് സൈക്കോളജി. ഓക്കെ, ഇതിന് അടുത്ത യൂണിറ്റ് 2 യൂണിറ്റ് ആണ് ഇന്ന് കവർ ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 യൂണിറ്റ് ആണ്. സൈക്കോളജിന്റെ ഹിസ്റ്ററി പറയുന്നതാണ്. ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എക്സാമിന് ആദ്യം ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യമായിരിക്കും ഇത്. എല്ലാ വർഷം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ചാലും ഒറിജിൻ ഓഫ് സൈക്കോളജി, സൈക്കോളജിയുടെ ഒറിജിൻ, എക്സ്പ്ലെയിൻ ഒറിജിൻ ഓഫ് സൈക്കോളജി ഒരു 500 വേർഡ്സിനോ ഒരു 250 വേർഡ്സിനോ എഴുതാൻ പറയും. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, എന്തൊക്കെ എഴുതേണ്ടി എന്നുള്ള ഒരു കണ്ടന്റ്, ഒരു കീ പോയിന്റ്സ് ഉണ്ടാക്കണം. ആ പോയിന്റ് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ എഴുതേണ്ടത്. ഓക്കെ, അതിൻ്റെയൊക്കെ ഇൻസ്ട്രക്ഷൻ എങ്ങനെ എഴുതാന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും പിന്നീട് പറഞ്ഞുതരും. അതിലൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവിധ സപ്പോർട്ടും സൈക്കോ ലേണിങ്ങിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ യൂണിറ്റ് 1 പ്രധാനമായിട്ടും പഠിക്കാനുള്ള വിഷയങ്ങൾ വളരെ കുറച്ച് പഠിക്കാനുള്ളൂ കേട്ടോ. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന അത്രയൊന്നുമില്ല. അതൊക്കെ ചുരുക്കിയിട്ട് എന്ത് ചെയ്യും, ഞാൻ കുറച്ച് കാര്യങ്ങളാക്കി പറഞ്ഞുതരും. നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഒന്ന് നമ്മൾ എന്ത് ചെയ്യും, ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി. അതിൽ എന്തൊക്കെ ഡെഫിനിഷൻസ് പറയും, ആദ്യകാലത്തുള്ള ഏർലി ഡെഫിനിഷൻസ് അതിനെക്കുറിച്ച് പറയും. പിന്നെ കറണ്ട് ഡെഫിനിഷൻ, ഇപ്പോൾ എന്ത് ഡെഫിനിഷനാണ് സൈക്കോളജി കൊടുക്കുന്നത്, ആ ഒരു കാര്യം പറയും. പിന്നെ നാച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ, ആ ഒരു കാര്യം പറയും. അതിനുശേഷം എന്ത് ചെയ്യും, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി, സൈക്കോളജി എങ്ങനെ ഒരു ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തി, കുറേ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ പല ആളുകളും ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവസാനം സൈക്കോളജി ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റിലേക്ക് എത്തുന്നുണ്ട്. ആ ഒരു ചരിത്രയാത്ര, അങ്ങനെ തന്നെ പറയാം, ചരിത്രയാത്ര എന്ത് ചെയ്യും പറഞ്ഞുതരും. ഓക്കെ, അതിനുശേഷം സൈക്കോളജി ആസ് എ സയൻസും പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസും അതിനെ കുറിച്ച് ഉള്ള ചെറിയ കണ്ടന്റ് മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സൈക്കോളജിയുടെ ആദ്യകാലത്തെ കുറിച്ചാണ്. നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു നാട്, ഒരു സ്ഥലം എങ്ങനെ ഉണ്ടായിരുന്നു, ആ സ്ഥലത്തിന്റെ പേര് എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് അത് എമർജ് ചെയ്തു വന്നത് എന്നതിനെ കുറിച്ച് എല്ലാത്തിനും ഒരു കഥ ഉണ്ടാവും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇപ്പോ കൊണ്ടോട്ടി എന്നുള്ള നാട് എല്ലാവർക്കും അറിയാനുണ്ടാവും. കൊണ്ടോട്ടിയുടെ ആദ്യത്തെ പേര് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാം? ജസ്റ്റ് അറിയുന്നവരും ജസ്റ്റ് ടൈപ്പ് ചെയ്യും. പല നാടിനും, എല്ലാ നാടിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കും. ആദ്യ ഒരു പേരുണ്ടായിരിക്കും. ആ പേരിൽ നിന്ന് എമർജ് ചെയ്ത് പല കാരണങ്ങളും കൊണ്ട് എമർജ് ചെയ്ത് അങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുക, പേര് കൃത്യമാവുക. ഓക്കെ, അപ്പോ കൊണ്ടോട്ടി ഞാൻ ജസ്റ്റ് ഉദാഹരണം മാത്രം കേട്ടോ, ഒറ്റ സ്ഥലം. നിങ്ങൾ പല നാട്ടിലുള്ള ആൾക്കാരായിരിക്കും, നിങ്ങളുടെയൊക്കെ നാടിന് ഇതുപോലത്തെ ചരിത്രങ്ങൾ ഉണ്ടാവും. അപ്പൊ കാടുവെട്ടി എന്നായിരുന്നു പേര്. കാരണം കൊണ്ടോട്ടി ഭാഗത്ത് ആ ആദ്യകാലങ്ങളിൽ ധാരാളം കാടായിരുന്നു, ഏകദേശം ഭാഗങ്ങളൊക്കെ കാടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, കുറച്ച് ആളുകൾ വന്ന് എന്ത് ചെയ്തു, കാട് വെട്ടി. അങ്ങനെ കാട് വെട്ടിയായി. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു, പുറത്ത് നിന്ന് കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് കാട് വെട്ടാൻ. അത്രയും നിറയെ കാടുകളുണ്ട്. ആ കാടുകളൊക്കെ വെട്ടാൻ പുറത്തുനിന്ന് കുറെ ആൾക്കാരെ കൊണ്ടുവന്നു. അങ്ങനെ എന്ത് ചെയ്തു, അത് കൊണ്ടുവെട്ടിയായി. പിന്നീടും കുറെ കാലങ്ങൾക്ക് ശേഷം
എന്ത് ചെയ്തു, അത് കൊണ്ടുപൊട്ടി ഇങ്ങനെ പറഞ്ഞ് അവസാനം കാടൊക്കെ പോയി, ലാസ്റ്റ് കൊണ്ടോട്ടിയായി. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ കേട്ടോ. അതുപോലെ എന്ത് ചെയ്തു, സൈക്കോളജിക്ക് എന്തുണ്ട്, കുറെ ചരിത്രത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പല കാരണങ്ങൾ കൊണ്ടും കാര്യകാരണങ്ങൾ കൊണ്ട് എന്തായിട്ടുണ്ട് സൈക്കോളജി എമർജ് ചെയ്ത് ഇന്ന് കാണുന്ന സൈക്കോളജി എന്ന നിലയിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ആൻഷ്യന്റ് ഫിലോസഫർ, റിയൽ സ്റ്റോറിയാണോ ഇത്? നിങ്ങൾ പല നാടുകളിലും ഉള്ള ആൾക്കാരായിരിക്കും. ഇപ്പൊ ഇംദാദ് ഏത് നാട്ടിലാണുള്ളത്? ആ നാടിന്റെ അവസ്ഥ നിങ്ങളുടെ ഉപ്പാരോടും വെല്ലിപ്പാരോടൊക്കെ ഒന്ന് ഐക്യരപ്പടി, ഓക്കെ, ഐക്യരപ്പടി എങ്ങനെ വന്നു എന്ന് നിങ്ങളുടെ വാപ്പാരോടും അല്ലെങ്കിൽ പിന്നെ വെല്ലിപ്പാരോടൊക്കെ അല്ലെങ്കിൽ നാട്ടിലെ കാരണവന്മാരോടൊക്കെ ചോദിച്ചു നോക്കി. അപ്പൊ മനസ്സിലാവും. അതുപോലെ തന്നെ എന്ത് ചെയ്തു, സൈക്കോളജിക്കും പല സൈക്കോളജി എങ്ങനെ എമർജ് ആയി വരുന്നതിന് പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആദ്യം തന്നെ BC കാലത്ത് 1700-കളിലൊക്കെ സൈക്കോളജി എന്ന് പറയുന്നത് എന്തായിരുന്നു, സയൻസ് ഓഫ് സോൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കീ പോയിന്റ് ഇപ്പോഴേ ഇട്ട് വെക്കുക. സയൻസ് ഓഫ് സോൾ, ഏർലി ഡെഫിനിഷൻ. ആ സമയത്ത് എന്തായിരുന്നു, അല്ലെങ്കിൽ ഏർലി ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു പോയിന്റ് ചെയ്താണ്ട് ദ സയൻസ് ഓഫ് സോൾ എന്ന് ഇട്ടേക്കുക. ഓക്കെ, ജസ്റ്റ് ഭാഗം കൊടുക്കണം കേട്ടോ. ഒരു നിർത്തൽ, ഒന്ന് ബ്രേക്ക് വേണം. തുടങ്ങാം കേട്ടോ. അപ്പൊ നമ്മള് സയൻസ് ഓഫ് സോൾ എന്നായിരുന്നു പറഞ്ഞത്. ആദ്യകാലത്ത് എന്തായിരുന്നു, ഫിലോസഫേഴ്സ് ഒക്കെ എന്ത് പറയുന്നു, ഇത് സോളാണെന്ന്, അതായത് ആത്മാവ്. അങ്ങനെ എന്ത് ചെയ്തു, ആത്മാവാണെന്ന് പറയുന്നു. അപ്പൊ കുറെ ആൾക്കാർ ചോദിച്ചു, ആത്മാവ് എവിടെയാണ് ആത്മാവ്? അങ്ങനെ ഒരു ചോദ്യം എന്ത് ചെയ്തു, പിന്നീട് എന്നാ ആൾക്കാർ ചോദിച്ചു, അതായത് ഫിലോസഫേഴ്സ് ചോദിച്ചു. ഞാൻ അതിൽ മുമ്പ് പറയാൻ വിട്ടുപോയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ ഫിലോസഫിയിൽ നിന്നാണ് എന്ത് ചെയ്ത്
ഈ സൈക്കോളജി എന്നുള്ള ഇതിലേക്ക് എത്താൻ കാരണം. ഓക്കെ, അപ്പൊ ആൻഷ്യന്റ് ഫിലോസഫേഴ്സ് എന്ത് പറഞ്ഞു? സയൻസ് ഓഫ് സോള് എന്ന് പറഞ്ഞു. ആ സോള് എവിടെയാണ് എന്നുള്ള, സോള് നിങ്ങൾക്ക് എവിടെ കണ്ടെത്താം, നിങ്ങൾക്ക് എന്ത് തെളിവാ സോള് എന്നുള്ളതിന്, അത് എവിടെ പോയാൽ കിട്ടും, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും എന്ത് ചെയ്തു ആളുകൾ പിന്നീട് വന്ന ഫിലോസഫേഴ്സും സൈക്കോളജിസ്റ്റുകളൊക്കെ ചോദിച്ചു. അങ്ങനെ പിന്നീട് വന്ന ആൾക്കാർ എന്ത് ചെയ്തു, സയൻസ് ഓഫ് സോൾ അല്ലത്, ഇതെന്താണ്, ഇത് സയൻസ് ഓഫ് മൈൻഡാണ്. സൈക്കോളജി എന്ന് പറയുന്നത് മൈൻഡാണ്. ഓക്കെ, ഈ മൈൻഡിൽ എന്ത് ചെയ്തു, നമുക്ക് എന്താ തോന്നുന്നത്, നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് എന്താണ് തോന്നുന്നത്, അങ്ങനെ തുടങ്ങിയ മെന്റൽ പ്രോസസ് ഉണ്ട്. ആ മെന്റൽ പ്രോസസ്സിലൂടെയാണ് നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിയുള്ളൂ എന്ന് പിന്നീട് വന്ന ആളുകൾ പറയാണ്. ഓക്കെ, അപ്പൊ ഇതിനെതിരെയും ഇതല്ല കറക്റ്റ്. മൈൻഡ് മാത്രല്ല, ബിഹേവിയർ കൂടിയാണ് എന്ത് സൈക്കോളജി എന്ന് പിന്നീട് വന്ന ആളുകൾ. അതായത് ഈ പിന്നീട് വന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ 1900 ആ ഒരു സമയത്താണ്, 19th സെഞ്ചുറിയിലാണ്. അതായത് നമ്മളെ 19th സെഞ്ചുറി പറഞ്ഞാൽ ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ട് അല്ലെ, പതിറ്റാണ്ടല്ല നൂറ്റാണ്ട് അല്ലെ, സോറി. അപ്പോൾ ഈ 2 നൂറ്റാണ്ട് മുമ്പ്, അതായത് ഈ ഒരു അടുത്ത കാലത്തായിട്ടാണ് എന്ത് വരുന്നത്, ഈ സൈക്കോളജി എന്നുള്ള ഒരു വലിയ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഇതിപ്പോ എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. ഓക്കെ, അങ്ങനെ അതായത് ഇപ്പൊ ഈ സയൻസ് ഓഫ് ബിഹേവിയർ ഒക്കെ വരുന്നത് 1920-കൾക്കൊക്കെ ആ ഒരു സമയത്താണ് വരുന്നത്. അപ്പോൾ പിന്നീട് ആൾക്കാർ എന്ത് പറയുന്നു, മൈൻഡ് മാത്രമല്ല ബിഹേവിയർ ആണ്. കാരണം ബിഹേവിയറിലൂടെ മറ്റൊരാളെ നോക്കിയിട്ട് അയാളെ ബിഹേവിയർ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അല്ലാതെ അയാളെ മൈൻഡ് എന്താ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അയാളെ ബിഹേവിയർ എന്താണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളുമാണ് എന്ത് ചെയ്ത്, അങ്ങനെയാണ് സൈക്കോളജി എന്ന ഒരു പ്രോസസ്സിലേക്ക് എത്തിയത്. ഓക്കെ, പിന്നീട് എന്ത് ചെയ്തു, ഇനി ഞാൻ പറയുന്ന ഈ കാര്യങ്ങളിലെ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എക്സാമിനൊക്കെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട്, അതായത് വാട്ട് ഈസ് സൈക്കോളജി, പിന്നെ ഒറിജിൻ ഓഫ് സൈക്കോളജി, ഇങ്ങനെ നേച്ചർ ഓഫ് സൈക്കോളജി, ഇങ്ങനെ എന്ത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആദ്യം ഫസ്റ്റ് എഴുതാൻ പറ്റുന്ന ഒരു ഡെഫിനിഷനാണ് എന്ത് പറയുന്നത്, ഈ ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്, സൈക്കോളജി ഇസ് എ സയൻസ് ഓഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയർ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദി സയൻസ് ടു ഹ്യൂമൻ പ്രോബ്ലംസ്. രണ്ടാമത്തത്, ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. നിങ്ങൾ ആദ്യത്തെ പഠിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഈ രണ്ടാമത് പറഞ്ഞ ഡെഫിനിഷൻ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് ഏത് ഉറക്കത്തിൽ നിന്ന് ഇവിടെ ചോദിച്ചാലും വാട്ട് ഈസ് സൈക്കോളജി എന്ന് ചോദിച്ചാൽ ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ് എന്ന് നിങ്ങൾക്ക് എന്താണ് പറയാൻ കഴിയണം. ഏത് ഉറക്കുന്നു, ഇത് ഞാൻ ഏതൊരു സൈക്കോളജിസ്റ്റിനോട് ചോദിക്കേണ്ട, സൈക്കോളജി കുട്ടികൾ പഠിച്ചിരിക്കേണ്ട ഒരു ഡെഫിനിഷനാണിത്. ഓക്കെ, സൈക്കോളജി ഇസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. ഇതൊരിക്കലും മറക്കരുത് കേട്ടോ. നിങ്ങളെ നോട്ട് ബുക്കിന്റെ മുകളിൽ ഫസ്റ്റ് പേജിലൊക്കെ വലുതാക്കിയിട്ട് എഴുതിയിട്ട് ഒരു ബോക്സിലൊക്കെ ഇട്ട് വെച്ചിട്ട് കളറൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുക അത്രയും വലിയ ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങൾക്ക് എക്സാമിന് എല്ലാ പാരഗ്രാഫിലും എന്ത് ചെയ്യുക, ഈ ഒരു ലൈന് ഇങ്ങനെ എഴുതി വെച്ചിട്ട് അതിനെ കുറിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിലേക്കാണ് എന്ത് ചെയ്ത്, ഈ ഒരു ഡെഫിനിഷനിലേക്കാണ് അവസാനം എല്ലാവരും ഒത്തുചേർന്നത്. ബിഹേവിയറും സൈക്കോളജിയുടെ ഭാഗമാണ്, അതുപോലെ മെന്റൽ പ്രോസസ്സും രണ്ടും കൂടി എന്താണ് ഒരുമിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് സൈക്കോളജി എന്നാണ് എന്ത് അവസാനം എത്തിയത്. ഓക്കെ, നമ്മൾ ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ബിഹേവിയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് വല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇത് നമുക്ക് തന്നെ എന്ത് ചെയ്യും, എങ്ങനെയാണ് ബിഹേവിയർ, അതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഒരാളെ ബിഹേവിയർ പല കാരണങ്ങളും കൊണ്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒരാൾ നമ്മളോട് ദേഷ്യം
പിടിച്ച് ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ബിഹേവിയർ മാറും. അങ്ങനെ പല ഇത് ഞാൻ ജസ്റ്റ് ഉദാഹരണം പറയണം. അങ്ങനെ പല ഫാക്ടറുകളിലൂടെയും ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മളെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ആകുക. പിന്നെ രണ്ടാമത്തെ ബിഹേവിയർ വാരീസ് ഇൻ കോംപ്ലക്സിറ്റി. ഒരേ സമയത്ത് തന്നെ എന്ത് ചെയ്യും, പല ബിഹേവിയറുകളുള്ള ആളുകളുണ്ടാവും. അതാണ് അവിടെ പറഞ്ഞത്. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, അതായത് ഓരോ ഇൻഡിവിജ്വലിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിഹേവിയറുകളായിരിക്കും. പിന്നെ ബിഹേവിയർ ആൾസോ ഷോസ് സിമിലാരിറ്റീസ്. ഇവിടെ പറഞ്ഞത് ബിഹേവിയർ എന്താണ്, സിമിലാരിറ്റീസ്. ആളുകൾ എന്ത് ചെയ്യും, പർട്ടിക്കുലർ ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ ഒരുപോലത്തെ ബിഹേവിയർ കാണിക്കും. ഇപ്പോൾ ജസ്റ്റ് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, മരണ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ബിഹേവിയർ ഉണ്ടല്ലോ, അത് എല്ലാ ഹ്യൂമൻസിനും എന്തായിരിക്കും, ഒരുപോലെ ആയിരിക്കും. പിന്നെ ബിഹേവിയർ ഇസ് ചേഞ്ചബിൾ. ഒരാൾക്ക് ഒരു സമയത്ത് ഒരു ബിഹേവിയർ ഉണ്ടാവാം, പിന്നീട് ബിഹേവിയർ മാറ്റാം, നല്ല ബിഹേവിയർ ഉണ്ടാവാം, മോശം ബിഹേവിയർ ഉണ്ടാവാം, അങ്ങനെ തുടങ്ങി എന്താണ് പല ബിഹേവിയറുകളും ഉണ്ടാവാം. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തന്നെ ബിഹേവിയറിന്റെ പ്രത്യേകത എന്തെല്ലാന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. ജസ്റ്റ് എന്ത് ചെയ്യുക, എക്സാം പേപ്പറിലേക്ക് മാറ്റി എഴുതേണ്ട ആവശ്യം വരുന്നുള്ളൂ. നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല പറഞ്ഞോ. പ്രധാനപ്പെട്ട സൈക്കോളജി എന്നുള്ള ഫീൽഡ് എങ്ങനെ സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയി, ലോകം എങ്ങനെ അംഗീകരിച്ചു എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, നേരത്തെ ഡെഫിനിഷൻസ് നിങ്ങൾ പഠിച്ച അതേ ഒരു പ്രാമുഖ്യത്തോടു കൂടി പഠിക്കേണ്ട അടുത്ത ഒരു പോയിന്റാണിത്. 1879 അല്ലെ, ഒരു പഠിക്കാൻ സുഖമുള്ളൊരു ഇതല്ലേ, വർഷല്ലേ 1879 അല്ലെ, സിമ്പിൾ സാധനല്ലേ. ഇതെന്ത് നിങ്ങളും ഒരിക്കലും മറക്കരുത്. ഈ ഒരു പിന്നീട് നിങ്ങൾക്ക് ഇനി പി ജിക്ക് പോകണമെന്നുണ്ടെങ്കിലും എന്ത് എൻട്രൻസ് എക്സാം ഉണ്ടെങ്കിലും അതിലേക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏത് ഇയറിലാണ് സൈക്കോളജി എമർജ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ 1879 വില്യം വൂണ്ട്. ഓക്കെ, വില്യം വൂണ്ട്, ആ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചോളിട്ടോ. നിങ്ങൾ വായിക്കുന്നതിലേക്ക് വിൽഹെൽം വൂണ്ടിറ്റ് എന്നൊക്കെ ആയിരിക്കും വായിക്കുക. അതിന്റെ കറക്റ്റ് പേരെന്താണ്, വില്യം വൂണ്ട്. വില്യം വൂണ്ട് ഫസ്റ്റ് സൈക്കോളജി ലബോറട്ടറി ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ലൈപ്സിഗ്, അതായത് ജർമ്മനിയിലെ ലീപ്സിഗ് എന്ന ഒരു യൂണിവേഴ്സിറ്റിയിലാണ് എന്ത് ഫസ്റ്റ് സൈക്കോളജി ലബോറട്ടറി 1879 കൊണ്ടുവരുന്നത്. ഈ ഒരു ലബോറട്ടറി കൊണ്ടുവരുന്നതിലൂടെയാണ് പിന്നീട് എന്താ സൈക്കോളജി എന്നുള്ള ഒരു ഫീൽഡിനെ ലോകം അംഗീകരിക്കുന്നത്. മറ്റൊക്കെ എന്താന്ന് ഫിലോസഫേഴ്സ് ആയിരുന്നു. ഫിലോസഫേഴ്സിന്റെ പ്രത്യേകത എന്താ, അവര് തോന്നിയ ഒക്കെ പറയും. ഓരോരുത്തർക്ക് തോന്നിയ കാര്യങ്ങൾ ഓരോരുത്തർ പറയും. അതിനെ ശരിക്കും സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. കാരണം അവരുടെ ഒപ്പീനിയൻസ് ആണ്. അവര് ഇപ്പൊ നമ്മൾ തന്നെ പറയില്ല, വലിയൊരു ഫിലോസഫിക്കാരന്, ഓന്റെ ഫിലോസഫി കേട്ടാ തോന്നും എന്നൊക്കെ പറഞ്ഞാണ്ട്, മനസ്സിലായില്ലേ. അപ്പം ആ ഒരു ഇതിന്ന് വിട്ടാണ്ട് ഒരു സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്ത് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഫീൽഡിനെ, കെമിസ്ട്രി, പിന്നെ ഫിസിക്സ് എന്നൊക്കെ പറയും പോലെ ഒരു ഫീൽഡിനെ ഈ ഒരു സമയത്താണ് വീണ്ടും ഇമ്പോർട്ടന്റ് ഈ ഒരു വർഷം നിങ്ങൾ ഓർത്തു വെക്കണം, ഈ ഒരു ലബോറട്ടറി നിങ്ങൾ ഓർത്തു വെക്കണം, ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, പിന്നെ ഇത് ആരാണ് ഉണ്ടാക്കിയത്. ഓക്കെ, 1879 വില്യം വൂണ്ട്, ജർമ്മനി, ലീപ്സിഗ്. ഈ ഒരു എന്തായിരിക്കണം, ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഓർമ്മ ഉണ്ടായിരിക്കണം, ഒരിക്കലും മറക്കരുത്. അതുപോലെ ഫാദർ ഓഫ് സൈക്കോളജി, ഹു ഈസ് ഫാദർ ഓഫ് സൈക്കോളജി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരാണ് എന്ത്, വില്യം വൂണ്ട്. കാരണം വില്യം വൂണ്ടാണ് എന്ത് കൊണ്ടിരുന്നത്, വില്യം വൂണ്ടാണ് ഈ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു സൈക്കോളജിനെ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ബാക്കിയുള്ള ഇതിന് മുമ്പ് വരുന്ന ആൾക്കാരൊക്കെ എന്തായിരുന്നു, പല തിയറികളും അവർക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, സയന്റിഫിക് ആക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു,
ഫാദർ ഓഫ് സൈക്കോളജി ഈസ് വില്യം വോണ്ട്. ഓക്കെ. പിന്നീട് പറയുന്നത് സൈക്കോളജി ആസ് എ സയൻസ്. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്താണ് വാട്ട് ഈസ് സയൻസ് എന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് രണ്ട് ഇതിൻ്റെ ഡെഫിനിഷൻസ് മാത്രം നോക്കാം. സയൻസ് ഈസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഗാദർഡ് ത്രൂ കെയർഫുള്ളി ഒബ്സർവിങ് ആൻഡ് മെഷറിങ് ഇവൻറ്റ്സ്. സയൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് നിരീക്ഷണത്തിലൂടെ എന്ത് ചെയ്യുന്നു, എക്സ്പെരിമെന്റിലൂടെ പഠനം നടത്തി തെളിഞ്ഞ, നമുക്ക് കൃത്യമായിട്ട് ഒരു ഡെഫിനിഷൻ ആ ഒരു പഠനത്തിലൂടെ എന്ത് ചെയ്യും, നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനത്തെ ആ ഒരു പ്രോസസ്സിന്റെ പേരാണ് എന്ത്, സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ. സയൻസ് ഈസ് ആൻ അപ്രോച്ച് നോളജ് ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. ഇത് നിങ്ങൾ ഇതുവല്ല ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇപ്പൊ നമ്മൾ സൈക്കോളജി ഒരു സയൻസ് ആണെന്ന് പറഞ്ഞല്ലോ, അതിന് എന്തുകൊണ്ടാണ് എന്നുള്ള കുറിച്ച് മാത്രമാണ് പറയുന്നുള്ളൂ, സയൻസ് എന്താണെന്നുള്ളത്. ഓക്കെ. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസ്, ഇത് നിങ്ങൾ നിങ്ങൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ നിങ്ങൾ പിന്നെ ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിച്ച ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയാൻ പോകുന്നത്. ഇതെന്താണ് എംപിരിക്കൽ സയൻസ് എന്ന് പറയുന്നത്? എംപിരിക്കൽ ഒബ്സർവേഷൻ ആണ്. അതായത് നമ്മൾ ഒരു ലബോറട്ടറിന്ന് കൂട്ടണ്ട, നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റിലൂടെ ഒബ്സർവ് ചെയ്യുക. പിന്നെ സിസ്റ്റമാറ്റിക് അപ്രോച്ച്, അതിന് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രൂപം ഉണ്ടാവും. എങ്ങനെയാണ് ഒരു എക്സ്പെരിമെന്റ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ട് ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുക. പിന്നെ ഡാറ്റ കളക്ട് ചെയ്തതിനു ശേഷം അതിൽ പഠനം നടത്തുക. പിന്നെ ആ പഠനത്തിൽ തെളിഞ്ഞ കാര്യങ്ങൾ, പിന്നീട് നമ്മുടെ ഒരു കൺക്ലൂഷന്, ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്തുണ്ടായിരിക്കും, സയൻസ് ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ മെഷർമെന്റ് ഉദ്ദേശിച്ചത് ഏതൊക്കെ ടൂളുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ കഴിയും എന്നാണ് മെഷർമെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഡെഫിനിഷൻ, അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം നമ്മളൊരു തിയറി ഉണ്ടാക്കൂലേ, ആ തിയറിയാണ് എന്ത് ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോൾ സക്സസ്ഫുള്ളി ഫസ്റ്റ് നമ്മളെ യൂണിറ്റ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയാണ്, ഇത്ര കാര്യങ്ങളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവല്ലോ, ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുക. അപ്പം എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു ഓർഡർ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഈ ലൈവ് സെഷനിലൂടെ കിട്ടുക. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് ലൈവ് സെഷൻ ഒന്നും കേൾക്കാതെ നിങ്ങൾ ജസ്റ്റ് ആ ബുക്ക് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അർത്ഥമൊക്കെ മനസ്സിലാവുന്നല്ലാതെ ഇതൊരു ക്ലാരിറ്റി കിട്ടൂല. ഓക്കെ. നമ്മൾ വെറും ഒരു ഡിഗ്രി കിട്ടാൻ മാത്രം, ഡിഗ്രിക്ക് വേണ്ടി മാത്രമല്ലല്ലോ നമ്മൾ ജോയിൻ ചെയ്തത്. നമ്മൾ പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ട്യൂഷനൊക്കെ ഒരു ട്യൂഷനിലൊക്കെ നിങ്ങൾ പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് വെറുതെ ആവരുത്. ഓക്കെ. അതിനുള്ള എല്ലാ സപ്പോർട്ടും, കൃത്യമായിട്ടുള്ള കോൺസെപ്റ്റ് ക്ലിയർ ഒക്കെ എന്ത് ചെയ്യും, സൈക്കോ ലേണിങ്ങിലൂടെ ലഭിക്കും. പിന്നെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തെങ്കിലും ഇനി മനസ്സിലാവാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കട്ടോ, നിങ്ങൾക്ക് ധൈര്യം ചോദിക്കട്ടോ, എനിക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. കാരണം ഞാനും ഇഗ്നോ എന്ന് ഗ്രാജുവേറ്റഡ് ആണ്, ഇഗ്നോ ഗ്രാജുവേറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങൾ എന്ത് കൺസേൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം. ധൈര്യം ഫസ്റ്റ് ചാപ്റ്ററിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കോളി. ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രം ആവരുത് കേട്ടോ. നിങ്ങളെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടാണ് എന്ത് ചെയ്യുക, നമ്മളൊന്നുകൂടി ഇന്ററാക്റ്റീവ് ആവുക. ഓക്കെ. എന്തെങ്കിലും ഫസ്റ്റ് ചാപ്റ്ററിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിലോ ചോദിക്കാം. ഓക്കെ. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പ്രത്യേകതകൾ എന്തൊക്കെയാണ് ബിഹേവിയർ കൊണ്ടുള്ള. അപ്പൊ ഇവിടെ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ അല്ലേ, സയൻസും പറയണം അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ബിഹേവിയർ എന്ന് പറഞ്ഞ ഇവിടെ ബിഹേവിയറിന്റെ പ്രത്യേകത എന്തെല്ലാം? ഓക്കെ. നിങ്ങൾക്ക് എന്ത് സംശയം ചോദിക്കട്ടോ.
ഒരു മടിയും പേടിക്കേണ്ട. ഇംദാദിന്റെ നല്ല സംശയമാണ്. ഇപ്പൊ ഇംദാദ് പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പൊ ഞാനും ഇതേപോലെ സൈക്കോളജി ആദ്യം ഫസ്റ്റ് ഇതുപോലെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിന്റെ സമയത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസ്, ഈ സമയത്ത് ഞാനും എന്തായിരുന്നു കുറേ ഇരുന്ന് ആലോചിച്ചിരുന്നു എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്. കാരണം അത്രയും ഈ ഒരു സബ്ജക്റ്റിൽ വിവരം ഇല്ലായിരുന്നു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഞങ്ങളെ ട്യൂഷൻ മാഷന്മാരോടൊക്കെ. എന്തെങ്കിലും ഉണ്ടോ? പിന്നെ സ്പീഡ് കൂടിയിട്ടുണ്ടോ? ഞാൻ അത് ചോദിക്കാൻ വിട്ടുപോയി. ഈ ഒരു സ്പീഡിൽ പോയാൽ മതിയോ, സ്പീഡ് കൂട്ടണോ അല്ലെങ്കിൽ സ്പീഡ് കുറക്കണോ? ഓക്കെ, സ്പീഡ് മതി. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് നീങ്ങാട്ടോ. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി. ഇനി നമ്മൾ സൈക്കോളജിനെ കോഴ്സ് എടുത്തല്ലോ, ഇനി നമുക്ക് ഏതൊക്കെ ഫീൽഡ് ഉണ്ട് എന്ന് നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം സൈക്കോളജി എടുത്ത സമയത്ത് നമ്മളെ റിലേറ്റീവ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടാവും, എന്താണ് നിങ്ങൾ പിന്നെ മെന്റലിസ്റ്റ് ആണോ, നിങ്ങൾ എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുമോ, അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. അതിനൊക്കെ എന്ത് ചെയ്യുന്നു, ആ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള മറുപടിയാണ് എന്ത് സ്കോപ്പ് ഓഫ് സൈക്കോളജിയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, എന്തെല്ലാം സ്കോപ്പാണ് സൈക്കോളജിക്കുള്ളത്, അതിൽ നിന്ന് എന്തൊക്കെ സാലറിയാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്, ഏതൊക്കെ തലത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, സൈക്കോളജിയുടെ സ്കോപ്പ് നല്ല രൂപത്തിൽ വളരെയധികം ഈ ഒരു കാലത്ത് വളർന്നു വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ അടുത്തിറങ്ങിയ ഒരു സിനിമയാണല്ലോ മാർക്കോ, അല്ലെ? മാർക്കോ സിനിമ ഇവിടെ അടുത്തിറങ്ങിയ ഒരു സിനിമയാണ്. ആ സിനിമ സോഷ്യൽ മീഡിയയിലൂടെ എന്ത് ചെയ്യുന്നു, ആ സിനിമയെ ക്രിട്ടിസൈസ് ചെയ്ത് പല ആളുകളും രംഗത്ത് വന്നിരുന്നു. കാരണം എന്താണ്, അതിലുള്ള വയലൻസിന്റെ എക്സ്ട്രീം ലെവൽ ഓഫ് വയലൻസ്. ആ വയലൻസിലൂടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക്, നമ്മളെ അനുജന്മാർക്ക്, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് തന്നെ എന്ത് ചെയ്തു, ആ വയലൻസിനെ നോർമലൈസ് ചെയ്യപ്പെട്ടു. ഈ ഒരു സിനിമ മാത്രമല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രം പറയണം. എങ്ങനെ ഇത് എങ്ങനെ ഇവിടെയാണ് ഒരു സൈക്കോളജിസ്റ്റിന്റെ പ്രാധാന്യം വരുന്നത്. ഓക്കെ, നിങ്ങൾ ഈ കോഴ്സ് എടുത്തത് കൊണ്ട് ഒരു പേടിയും പേടിക്കണേ. കാരണം അത്രയും സ്കോപ്പ് ഉണ്ട് സൈക്കോളജിയിലേക്ക്. ഇനിയും ഒരുപാട് ലക്ഷക്കണക്കിന് നമ്മൾ എത്ര ആളുകൾ സൈക്കോളജി കോഴ്സ് എടുത്താലും പിന്നീട് എന്തായിരിക്കും വാക്കൻസികൾ ബാക്കിയായിരിക്കും. കാരണം ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു സിനിമ പുറത്തേക്ക്, അതായത് പബ്ലിക്കിലേക്ക് ഔട്ട് ആക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, സെൻസർ ബോർഡ് എന്ന ഒരു ബോർഡ് ഉണ്ട്. ആ സെൻസർ ബോർഡാണ് തീരുമാനിക്കൽ എന്ത്, ഇതിലെ A+, ഇതിന്റെ എത്രത്തോളം 18+ എന്ന് ഉണ്ടല്ലോ, അതുപോലെ ഏത് ഓഡിയൻസ് ആണ് ഇത് കാണേണ്ടത്, ഏത് ഓഡിയൻസിലേക്കാണ് ഇത് എത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, സെൻസർ ബോർഡാണ് തീരുമാനിക്കല്. അപ്പൊ ഏത് പടം, ഏതൊരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം അവരായിരിക്കും എന്ത് ചെയ്യുക, ഇതൊരു സെൻസ് ചെയ്യുക. ആദ്യം അവർ കണ്ട് ഇതിൽ ഏതൊക്കെ കണ്ടന്റ് മാറ്റണം, ഏതൊക്കെ കണ്ടന്റ് മാറ്റാൻ പറ്റൂല, എങ്ങനെയൊക്കെ ഇത് പുറത്ത് എത്തിക്കാൻ മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവും എന്ന് തീരുമാനിക്കൽ ആരാണ്, സെൻസർ ബോർഡാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ മാർക്കോ എന്നുള്ള ഒരു സിനിമ പുറത്തേക്ക് എത്തി, അതിന്റെ പിന്നില് ഇപ്പോ പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് പറയും. ഇപ്പോൾ സെൻസർ ബോർഡിൽ എന്തുണ്ടായിരിക്കണം, ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരിക്കണം. സെൻസർ ബോർഡ് എന്ന് പറയുന്നത് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന, ഗവൺമെന്റ് കൊടുക്കുന്ന അത്രയും സാലറിയോടുകൂടി ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു 5 അംഗ സമിതിയോ, എത്ര എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ആ ഒരു സമിതിയാണ് എന്ത് ചെയ്യുക, സിനിമക്ക് ഇത് കൊടുക്കുക. സിനിമ നിരീക്ഷിച്ച് അത് പുറത്തേക്ക് എങ്ങനെ എത്തിക്കാന്ന് തീരുമാനിക്കല്. ആ ഒരു 5 അംഗ സമിതിയിൽ വരെ ഞാൻ വീണ്ടും പറയാം കേട്ടോ, ആ ഒരു 5 അംഗ സമിതിയിൽ വരെ എന്ത് വേണം, ഒരു സൈക്കോളജിസ്റ്റും കൂടി കൂടുതലായിട്ട്
ഉണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പൊ സൈക്കോളജിന്റെ സ്കോപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എല്ലായിടത്തും ഉണ്ട്. ഇത് ഞാൻ പറയുന്നതോട് നിങ്ങൾ ആ പ്രശ്നങ്ങളും ആ ഒരു കൺസേണൊക്കെ നീങ്ങും. ഓക്കെ, നമ്മൾ ചാപ്റ്ററിലേക്ക് നീങ്ങാം. ഇതിൽ നമ്മുടെ സബ് ഫീൽഡുകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ സ്കോപ്പ് ഓഫ് സൈക്കോളജി, ഏർലി ഡിവിഷൻ ഓഫ് സൈക്കോളജി, സബ് ഫീൽഡ് ഓഫ് സൈക്കോളജി. ഓക്കെ, സൈക്കോളജി ആൻഡ് ഇറ്റ്സ് റിലേഷൻ ടു അതർ ഫീൽഡ്സ്. മറ്റുള്ള ഫീൽഡുമായിട്ടുള്ള റിലേഷനുകൾ എങ്ങനെയൊക്കെ ഇത് മറ്റുള്ള ഒരു ഫീൽഡുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് എന്നതിനെ കുറിച്ച് പറയണം. അപ്പം ബയോളജി ഫീൽഡുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് എന്ത്? ബയോസൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ബയോളജിയിൽ എന്തൊക്കെ നമ്മൾ പഠിക്കുക? ബ്രെയിൻ പഠിക്കൂലേ? പിന്നെ നെർവസ് സിസ്റ്റം, ഇതൊക്കെ നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. നെർവസ് സിസ്റ്റം പഠിച്ചിട്ടുണ്ടാവും. പിന്നെ എന്തൊക്കെ, സ്പൈനൽ കോഡ്, അങ്ങനെ തുടങ്ങിയ, പിന്നെ ഹോർമോൺസ്, അങ്ങനത്തെ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും. ഇതെന്തും സൈക്കോളജിയുമായിട്ട് എങ്ങനെ കണക്ഷൻ ഉണ്ടാവും എന്നതിനെ കുറിച്ചാണ് ബയോസൈക്കോളജി പറയുന്നത്. അതുപോലെ സോഷ്യോളജി എന്ന് പറയുന്നത് സമൂഹത്തിൽ എങ്ങനെയാണ്, സോഷ്യോളജി എന്ന് പറഞ്ഞ ഫീൽഡ് തന്നെ ഉണ്ട്, ആ ഫീൽഡുമായിട്ട് എന്താണ് സൈക്കോളജി എങ്ങനെ ഇന്റർ കണക്റ്റഡ് ആണ് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മെഡിസിൻ, ക്ലിനിക്കൽ ആൻഡ് മെഡിക്കൽ സൈക്കോളജി, മെഡിസിൻ എന്ന ഫീൽഡിൽ സൈക്കോളജി എങ്ങനെ ഇന്റർ കണക്ട് ആവുന്നു, എഡ്യൂക്കേഷൻ ആ ഒരു ഫീൽഡിൽ, പിന്നെ ലോ, ഇൻഡസ്ട്രി, അതായത് കമ്പനികളിലൊക്കെ, ഇങ്ങനെ തുടങ്ങിയ പല ഫീൽഡുമായിട്ട് എങ്ങനെ ഇന്റർ കണക്റ്റഡ് ആവുന്നു എന്നതിനെ കുറിച്ച് ആണ് ഇവിടെ പറയുന്നത്. അതിനെ കുറിച്ചൊക്കെ കൂടുതൽ പിന്നെ അടുത്ത ഇതിൽ പറയട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ അതുപോലെ അടുത്തൊന്നാണ് എന്ത്, നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി. ഇതിപ്പോ ഈ ഒരു ചാപ്റ്ററിൽ അഡീഷണൽ ആയിട്ട് വന്നാണ്. ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഓർമ്മിച്ചാൽ മാത്രം മതി. ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള എന്താണ് സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം, സൈക്കോ അനാലിസിസ് എന്നൊക്കെ എന്ത് ചെയ്യും ഇനി വരുന്ന ചാപ്റ്ററുകളിലോ ഇനി വരുന്ന ചാപ്റ്ററിൽ ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീണ്ടും പഠിക്കാനുണ്ട്. ഇത് ഇവിടെ എക്സ്ട്രാ ആയിട്ട് വന്നതാണ്. എന്താ ജസ്റ്റ് എന്ത് ചെയ്യുക, ഏർലി ഡിവിഷൻ ഓഫ് സൈക്കോളജി, സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം, സൈക്കോ അനാലിസിസ്, ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെച്ചാൽ മാത്രം മതി. ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും. ഇത് വലിയൊരു ഫീൽഡാണ് കേട്ടോ, വലിയൊരു ഫീൽഡാണ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ അടുത്ത ഇതിൽ പറയും. ഇവിടെ നമ്മൾ ഇപ്പം പറഞ്ഞ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി എന്തൊക്കെയാണ് സബ് ഫീൽഡ് നമ്മൾ പറഞ്ഞല്ലോ. എന്താണ് ബയോസൈക്കോളജി, എന്തൊക്കെയായിട്ടാണ് ബയോസൈക്കോളജി ഡീൽ ചെയ്യുക എന്നതിനെ കുറിച്ചാണ് എന്ത് ബയോസൈക്കോളജി. The intimate relationship between psychology and the biological science is quite obvious. All behavior occurs through bodily process. The brain plays a very important role in coordinating and organizing the functions of the different organs of the body. അതായത് ബയോസൈക്കോളജി പറയുന്നത് നമ്മളെ ബ്രെയിന്, ഓക്കെ, ബ്രെയിനിൽ നടക്കുന്ന പ്രോസസ്സുകൾ, ബ്രെയിനിൽ പല പ്രോസസ്സുകളും നടക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് നമ്മുടെ ബിഹേവിയറിൽ മാറ്റം ഉണ്ടാവുക. ഇപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്ലഷർ ഉണ്ടാവുക, ഡോപ്പാമിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ആണ് എന്ത് പ്ലഷർ ഉണ്ടാക്കുന്നത്. അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് എന്തുണ്ടാക്കുക, അമിഗ്ഡാല ഉണ്ടാക്കൽ ഇമോഷൻ ഉണ്ടാക്കുന്ന നമുക്ക് ഫിയർ, നമുക്ക് ചിരി, പിന്നെ എന്തൊക്കെയാ, അങ്ങനത്തെ ഇമോഷൻസ് എന്തൊക്കെയുണ്ട്, പല ഇമോഷൻസുകൾ ഉണ്ടാവില്ലേ, അതൊക്കെ ഉണ്ടാക്കുന്ന ആരാണ്, അമിഗ്ഡാലയാണ്. അങ്ങനെ തുടങ്ങിയ പഠനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ് ബയോസൈക്കോളജിയിലൂടെയാണ് എന്ത് ചെയ്യുക സാധിക്കുക. ഓക്കെ, പിന്നെ കൊഗ്നിറ്റീവ് സൈക്കോളജി ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകണം കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡ് കഴിയുന്നതോടുകൂടി എന്തായിരിക്കണം, നമ്മുടെ ഒരു ഫീൽഡ് എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, എനിക്ക് ഏത് ഫീൽഡിലേക്കാണ് പോകാൻ കഴിയുക എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം ഇപ്പൊ വേണമെന്നില്ല, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. നിങ്ങൾ 3 വർഷം ഉണ്ടല്ലോ, ആ 3 വർഷം നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമുക്ക് കൃത്യമായിട്ടുള്ള PGക്ക് പോകുമ്പോഴോ, പിന്നെ PGക്ക് എല്ലാവരും പോകുന്ന വിചാരിക്കുന്നത് അല്ലെ, എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം PGക്ക് റെഗുലർ ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കണം.
അപ്പൊ ആ റെഗുലറായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഏത് മേഖലയിലേക്കാണ്, എൻ്റെ മേഖല ഏതാണ്, എൻ്റെ അബിലിറ്റിയും എൻ്റെ ആപ്റ്റിറ്റ്യൂഡും ഏത് മേഖലയിലേക്കാണ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അടുത്ത കോഗ്നിറ്റീവ് സൈക്കോളജി. കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ കൃത്യമായിട്ട് നമ്മുടെ പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ലാംഗ്വേജ്, പിന്നെ റീസണിങ്, ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളുണ്ട്. അതായത് ബ്രെയിനിൽ നടക്കുന്ന കാര്യങ്ങളാണ് ലാംഗ്വേജ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, തിങ്കിങ്, മെമ്മറി, ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഈ റോബോട്ടിക്സിന്റെ കാലത്ത്, ഇപ്പൊ നമ്മൾ AI റോബോട്ടിക്സിന്റെ കാലത്താണല്ലോ. അപ്പൊ ഈ AI റോബോട്ടിക്സിന്റെ കാലത്ത് ഈ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾക്ക് പല IIT പോലത്തെ, അതായത് IIT മനസ്സിലായില്ല, IIT NIT പോലത്തെ വലിയ വലിയ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ കൊടുക്കുന്ന സൈക്കോളജി കോഴ്സ് കോഗ്നിറ്റീവ് സൈക്കോളജിയാണ്. കാരണം അവര് ഒരു ടെക്നോളജിയിലേക്കാണ് അവരുടെ ഇന്നോവേഷൻ. അപ്പൊ ആ ഒരു ടെക്നോളജി, റോബോട്ടിക്സ്, അതിലൊക്കെ എന്താണ് സൈക്കോളജി നല്ല ഇതുണ്ടാവും, സൈക്കോളജിക്ക് നല്ല സ്കോപ്പ് ഉണ്ട്. ഓക്കെ, അവിടെയുള്ള വർക്കേഴ്സിനും അവിടെയുള്ള റോബോട്ടിക്, പിന്നെ ഇലക്ട്രോണിക് പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു തല എന്തായാലും വേണം. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് നല്ല സ്കോപ്പുള്ള ഒന്നാണ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്നുള്ളത്. കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തായിരിക്കണം, നമുക്ക് ഈ ഹ്യൂമൻ അനാട്ടമി ഒക്കെ ഉണ്ടല്ലോ, ബോഡിന്റെ ഉള്ളിലുള്ള അതിനൊക്കെ കുറിച്ചിട്ടുള്ള ബ്രെയിന്, അതിനെ കുറിച്ചിട്ടുള്ള ഡീപ്പ് നോളജ് വേണം. അതായത് കുറച്ച് പഠിക്കാനുണ്ടാവും, കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ടാവും ഈ ഒരു ഫീൽഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഈ ടെക്കി പരമായിട്ടുള്ള നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഇതുണ്ട്, സബ് ഫീൽഡ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിക്കുക. ഇവിടെ ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇനിയൊരു പുതിയൊരു കാലത്ത് നമ്മുടെ ഈ ഒരു സമയത്തും ഇനി വരാൻ പോകുന്ന സമയത്തും കൂടുതലായിട്ട് സ്കോപ്പുള്ള സൈക്കോളജി ഫീൽഡ് മാത്രമേ പറയുന്നുള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ എന്തായിരിക്കും ചിലപ്പോൾ ഇതിലും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കമ്പാരിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എനിമലിന്റെ, അതായത് മൃഗങ്ങളും അതുപോലെ മനുഷ്യരും, ഇവർ തമ്മിലുള്ള സൈക്കോളജി എങ്ങനെ വർക്കാവുന്നു, എനിമലിന്റെ ബിഹേവിയർ എത്രത്തോളം മനുഷ്യരിലുണ്ട്, മനുഷ്യന്റെ ബിഹേവിയർ ഏതൊക്കെ രൂപത്തിൽ എനിമലിൽ വർക്കാവും എന്നതിനെ കുറിച്ച് ഒക്കെ പഠിക്കുന്ന ഒരു ഇതാണ് കമ്പാരിറ്റീവ് സൈക്കോളജി. ഇപ്പൊ ജസ്റ്റ് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പൂച്ച, നായ, ഇവരോടൊക്കെ മനുഷ്യരോടുള്ള സ്നേഹം ഉണ്ടല്ലോ. ഓക്കെ, നായക്കൊക്കെ മനുഷ്യരോടുള്ള സ്നേഹം അതെങ്ങനെ വർക്കാവുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ഫീൽഡാണ് കമ്പാരിറ്റീവ് സൈക്കോളജി എന്നുള്ളത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫീൽഡിൽ നിങ്ങൾ കൂടുതൽ അറിയാൻ എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ സംശയം ചോദിക്കട്ടോ. അടുത്തതാണ് കൾച്ചറൽ സൈക്കോളജി. നമ്മുടെ കൾച്ചർ നമ്മളെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു. നമ്മളൊക്കെ നല്ല കൾച്ചറിൽ ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൾച്ചർ വേറെ തന്നെയായിരിക്കും. നിങ്ങൾ ഉദാഹരണത്തിന് ജസ്റ്റ് നമ്മുടെ മുംബൈയിലുള്ള ധാരാവി. ഓക്കെ, ധാരാവി ഇതൊക്കെ പറയാൻ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഈ ധാരാവി എന്ന് പറയുന്ന ഗല്ലികള് അവിടെ ആരെങ്കിലും പോയിട്ടുണ്ടോ? മുംബൈയിൽ ആരെങ്കിലും പോയാലുണ്ട് അതിൽ? മുംബൈയിലോ ഡൽഹിയിലോ ആരെങ്കിലും ആരെങ്കിലും ഉണ്ടോ? പോയില്ലേ? ഓക്കെ, ഇംദാദ് പോയില്ല അല്ലെ. മുംബൈയിലോ ഡൽഹിയിലോ അങ്ങനെ പാവങ്ങൾ തിങ്ങി താമസിക്കണ ഏരിയകളൊക്കെ ഉണ്ടാവും, പച്ച പാവങ്ങൾ. നിങ്ങൾ മറ്റേ ധാരാവിയിലൊക്കെ ഗല്ലികളിലൊക്കെ പോയാൽ സങ്കടവും കാണുമ്പോൾ അവരുടെ ജീവിതങ്ങളും അവര് അനുഭവിക്കുന്ന വേദനകളൊക്കെ കാണുമ്പോൾ. അപ്പൊ ആ ഒരു കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വേറെ തന്നെ ബിഹേവിയർ ആയിരിക്കും അല്ലെ. അവരുടെ തിങ്കിങ് പ്രോസസ്, അവരുടെ ചിന്ത, അതായത് അവർ വലിയ അംബാനി ആവണമെന്നും അവർക്ക് ചിന്ത ഉണ്ടാവില്ല. ജസ്റ്റ് ഉദാഹരണം പറയാണ്, അവർക്ക് സൈക്കോളജി എന്താണ്, സൈക്കോളജി ഓൽക്കത് സയൻസ്, എന്ത് കെമിസ്ട്രി ഫീൽഡ്, അങ്ങനെ തുടങ്ങി അവരുടെ ചിന്താഗതി എന്തായിരിക്കും, ഒരു കുപ്പിയിൽ അകപ്പെട്ട, അങ്ങനെ ജസ്റ്റ് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കുപ്പിയിൽ അടച്ചു വെച്ച ആ ഒരു കാറ്റുണ്ടല്ലോ, അത്രേ അവർക്ക് ഉണ്ടാവുള്ളൂ.
ആ ഒരു ഏരിയയിലുള്ള കുറച്ച് കാര്യങ്ങളും ഇതായിട്ട്. അപ്പൊ അവരുടെ കൾച്ചർ എന്തായിരിക്കും? വേറെ തന്നെയായിരിക്കും. അതുപോലെ ആദിവാസികളൊക്കെ ഉണ്ടല്ലോ, അവരുടെ കൾച്ചർ എന്താ? അവർ വേറെ തന്നെ കൾച്ചറാണ് അല്ലേ? ആദിവാസികൾ വേറത്തെ കൾച്ചറാണ്. പിന്നെ വെസ്റ്റേൺ യൂറോപ്യൻസ്, പിന്നെ അങ്ങനെ തുടങ്ങിയ യൂറോപ്പിലുള്ള കൾച്ചർ, പിന്നെ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ, ഇങ്ങനെ തുടങ്ങിയ പല കൾച്ചറുകളുണ്ട്. അതൊക്കെ എങ്ങനെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് കൾച്ചറൽ സൈക്കോളജി പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം അമേരിക്കത്തെ കൾച്ചറും ഇന്ത്യൻ കൾച്ചറും ഇതിനെക്കുറിച്ച് ഒരാൾക്ക് പഠിക്കാൻ കൂടുതൽ താല്പര്യമോ ഈ റിസർച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ തുടങ്ങിയ കോഴ്സുകൾ കൾച്ചറൽ സൈക്കോളജി എടുക്കുക. ഓക്കെ, പിന്നെ ജെൻഡർ സൈക്കോളജി. ജെൻഡർ സൈക്കോളജി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആണിലുണ്ടാവുന്ന കാര്യങ്ങൾ, അങ്ങനെ ബിഹേവിയർ, ആണിനുണ്ടാവുന്ന ബിഹേവിയർ, പെണ്ണിന്റെ ബിഹേവിയർ. ഇതിൽ കൂടുതലായിട്ട് പറയുന്നത് എന്താണ്? ഇപ്പോൾ 1980-കളിൽ വരെ ആണ് പെണ്ണ് എന്നുള്ള ഒരു കാറ്റഗറൈസേഷൻ ഉണ്ടായിട്ടുള്ളൂ, രണ്ട് ജെൻഡർ. അതിനുശേഷമാണ് എന്ത്, അത് മാത്രമല്ല പല ജെൻഡറുകളുണ്ട്, ജെൻഡർ ഐഡന്റിറ്റി ഉണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അതിലേക്ക് ഡീപ്പ് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഒരു മെയിലുണ്ടാകുന്ന ബിഹേവിയർ ചേഞ്ച്, പിന്നെ അങ്ങനെ ജെൻഡർ ഫീമെയിൽ ഉണ്ടാകുന്ന ബിഹേവിയർ ചേഞ്ച്, ഇതിനൊക്കെ കുറിച്ച് പഠിക്കുന്ന എന്തൊക്കെയാണ് ഉണ്ടാവുക, ഓരോ ബിഹേവിയർ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നതിനൊക്കെ കുറിച്ച് പറയുന്ന ഒരു ശാഖയാണെന്ത്, ഒരു സബ് ഫീൽഡാണെന്ത്, ജെൻഡർ സൈക്കോളജി എന്ന് പറയുന്നത്. കൃത്യമായി നോട്ട് ചെയ്യണ്ടോ, പോയിന്റുകൾ മാത്രം നോട്ട് ചെയ്താൽ മതി. എക്സാമിന് ഇങ്ങനെ എക്സ്പ്ലെയിൻ സബ് ഫീൽഡ് ഓഫ് സൈക്കോളജി 500 വേർഡ്സ് എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക. 500 വേർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 5 പേജ് എഴുതണം, 5 പേജ്. അപ്പൊ 5 പേജിൽ എന്തായിരുന്നു സബ് ഫീൽഡ് ഓഫ് സൈക്കോളജിയിൽ? ഓരോ പേജിനും എന്തായിരിക്കണം, ഒരു 2 സബ് ഫീൽഡ് എങ്കിലും ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു സബ് ഫീൽഡ് ചെയ്തിട്ട് ഒരു പേജ് ഇറക്കുക, അടുത്ത വേറൊരു സബ് ഫീൽഡ് ചെയ്തിട്ട് അതിന്റെ പേജ് ഇറക്കുക. അങ്ങനെ ചിലപ്പോൾ 250 വേർഡ്സിനായിരിക്കും. 250 വേർഡ്സ് പറയുമ്പോൾ നിങ്ങൾ 2.5 പേജ് എഴുതണം. ഓക്കെ, അപ്പൊ അതിനുള്ളൊക്കെ കണ്ടന്റ് എന്തുണ്ടായിരിക്കണം, നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് എക്സ്പ്ലെയിൻ സബ് ഫീൽഡ് ഓഫ് സൈക്കോളജി എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മളെ മനസ്സിൽ എന്തായിരിക്കണം? ഒരു എപ്പോഴും ഒരു 5-6 ഒരു സബ് ഫീൽഡ് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ്? ബയോ സൈക്കോളജി, പിന്നെ പേഴ്സണാലിറ്റി സൈക്കോളജി, പിന്നെ കൗൺസിലിംഗ് സൈക്കോളജി, ഇങ്ങനെ തുടങ്ങിയ ഒരു 5 എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അതെന്താണെന്ന്, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ കുറിച്ച് എന്ത് ചെയ്യുക, വിശദമായിട്ടാണ് എഴുതിക്കുക. അതിന്റെ സ്കോപ്പും കാര്യങ്ങളും എന്തൊക്കെയുണ്ട് അതൊക്കെ എന്ത് ചെയ്യുക, എഴുതിക്കുക. ഓക്കെ, ഇത് നമ്മളെപ്പോഴും നമ്മളെ ലൈവ് സെഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ എഴുതാന്നുള്ളതിന്റെ ഒരു കണ്ടന്റ് ആയിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് കിട്ടുക. ഓക്കെ, പിന്നെ പേഴ്സണാലിറ്റി സൈക്കോളജി പറഞ്ഞില്ല അല്ലേ? പേഴ്സണാലിറ്റി സൈക്കോളജി നമ്മുടെ ഓരോ ഡിഫറൻസ് ആളുകൾക്കും എന്തായിരിക്കും, പ്രത്യേകതരം പേഴ്സണാലിറ്റികളായിരിക്കും. ഓക്കെ, ഇപ്പോൾ സൈക്കോളജി തന്നെ ടൈപ്പ് എ പേഴ്സണാലിറ്റി ഉണ്ട്, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി, അങ്ങനെ തുടങ്ങിയ പല ടൈപ്പുകളുള്ള ആളുകളുണ്ടായിരിക്കും. ഇപ്പൊ ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്നുകൂടി വിശദമായിട്ട് പറയാം. ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു അങ്ങനത്തെ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ എന്തായിരിക്കും, ഭയങ്കരമായിട്ട് അംബീഷ്യസ് ഉള്ള, പിന്നെ എന്താണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പെർഫെക്ഷനിസ്റ്റ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ആളുകളായിരിക്കും എന്ത് ചെയ്യുക, ടൈപ്പ് എയിൽ ഉണ്ടാവുക. ടൈപ്പ് ബിയിൽ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ജോളിയായിട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും. ഭയങ്കര ജോളിയായിട്ട് എന്ത് ചെയ്യുക, ഒരു ടെൻഷൻ എന്ന സാധനം ഉണ്ടാവില്ല, ഫ്രീ മൈൻഡ്, ഫുൾ ഫ്രീ. അങ്ങനത്തെ ആളുകളായിരിക്കും എന്ത്, ടൈപ്പ് ബി പേഴ്സണാലിറ്റി. അങ്ങനെ ടൈപ്പ് സി, ടൈപ്പ് ഡി ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയാം. അപ്പൊ ഈ ഒരു പേഴ്സണാലിറ്റി എങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു സബ് ഫീൽഡാണ് പേഴ്സണാലിറ്റി സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ ആണോ തോന്നുന്നത്, ഐ തിങ്ക് സെക്കൻഡ് ഇയർ ഓർ തേർഡ് ഇയർ, ഫസ്റ്റ് ഇയറിലുണ്ടോ നിങ്ങൾക്ക്? ഫസ്റ്റ് ഇയറിൽ സോഷ്യൽ സൈക്കോളജി ഉണ്ടോ? ആരെങ്കിലും റിപ്ലൈ തരുമോ? ഇല്ലല്ലോ.
സെക്കൻഡ് ഇയർ. ഓക്കെ. സെക്കൻഡ് ഇയർ സോഷ്യൽ സൈക്കോളജി വരുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ സൈക്കോളജിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. ഓക്കെ, അതായത് ഇപ്പൊ ഇവിടെ പറയുന്നത് സൊസൈറ്റിയുമായിട്ട് ഹ്യൂമൻ ബീങ്ങിന് ആ സൊസൈറ്റിയുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നതിനെ കുറിച്ച് അവിടെയുള്ള സൈക്കോളജിക്കൽ ആസ്പെക്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് എന്ത് സോഷ്യൽ സൈക്കോളജിയിൽ പറയുന്നത്. പിന്നെ ക്ലിനിക്കൽ സൈക്കോളജി, ഇതായിരിക്കും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സൈക്കോളജി എന്ന് പറയുമ്പോൾ നിങ്ങളെ ഉണ്ടാവുന്ന ഒരു ഫീൽഡ്. ഒരു ഉദാഹരണത്തിന് ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരല് ഒരു റൂമിൽ എന്താണ് ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ വന്നിട്ട് ഒരു ക്ലയന്റ് വന്നിട്ട് അവരുടെ വിഷമങ്ങളൊക്കെ പറയാം, അവരുടെ കാര്യങ്ങളൊക്കെ പറയാം എന്നായിരിക്കും ആ ഒരു അങ്ങനെ ഒരു ചിന്തയായിരിക്കും എന്ത് ചെയ്യുക നിങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ കേൾക്കാം. നമുക്ക് ആകെ ഞാനൊക്കെ പഠിക്കണ സമയത്തും എനിക്ക് ആകെ അറിയുന്ന ഒരൊറ്റ സബ് ഫീൽഡ് ഉണ്ടായിട്ടുള്ളൂ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജി, ഈ ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്, കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് എന്താണ് കോസസ് ആ പ്രശ്നങ്ങൾക്കുള്ള. ഇപ്പൊ എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ്, എനിക്ക് ഡിപ്രഷൻ അടിച്ചിട്ട് എന്ത് ചെയ്യും, ആത്മഹത്യ ചെയ്യണം. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ എന്താണ് ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യും, എന്താണ് കാരണങ്ങൾ എന്ന് മനസ്സിലാക്കും, അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ ഫോളോ അപ്പ് നടത്തും. ഇതാണ് എന്ത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ജോലി. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെടുത്ത് പോകും. അപ്പൊ ഈ ക്ലിനിക്കൽ സൈക്കോളജി നിങ്ങൾ സബ് ഫീൽഡ് എഴുതുമ്പോൾ അതിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ. ഇറ്റ് എംഫസൈസസ് ഡയഗ്നൈസസ് കോസസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് സിവിയർ സൈക്കോളജിക്കൽ ഡിസോർഡർ. സിവിയർ സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്. ഓക്കെ, അങ്ങനത്തെ ഏരിയകളാണ് ആര് ട്രീറ്റ് ചെയ്യുക, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ട്രീറ്റ് ചെയ്യുക. ഇന്ത്യയിൽ വലിയ സാധ്യതകളുള്ള ഒരു ഫീൽഡാണ് കേട്ടോ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. ക്ലിനിക്കൽ സൈക്കോളജി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോ പഠിച്ചത് കൊണ്ട് ഈ പറയുന്ന സബ് ഫീൽഡൊക്കെ എന്താണ്, നിങ്ങൾ ഡിഗ്രിക്ക് ഇഗ്നോ പഠിച്ചത് എന്ന് ക്രൈറ്റീരിയ അല്ല. നിങ്ങൾക്ക് PG, അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. PGക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ റെഗുലറായിട്ട് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുക, അവിടുന്ന് എന്ത് ചെയ്യുക, PG എടുക്കുക. ഈ ക്ലിനിക്കൽ സൈക്കോളജിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഒരു MPhil കോഴ്സ് ഉണ്ടാവും. MPhilന്റെ 2 വർഷം ഉണ്ടാവും. അതിനുശേഷം RCA സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളിരിക്കുന്ന ആ റൂമിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഇപ്പം ഇംദാദ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ല, ഇംദാദ് ഐക്കരപ്പടി എന്ന് എഴുതി അതിൻ്റെ അടിയിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ പ്രോസസ്സിലൂടെ ഒക്കെ കടന്നു പോകണം. PG വേണം, PGക്ക് ശേഷം എന്ത് വേണം, MPhil ചെയ്യണം. MPhil ചെയ്തിട്ട് RCA സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ക്ലിനിക്കൽ സൈക്കോളജി ആവാൻ കഴിയുള്ളൂ, സൈക്കോളജിസ്റ്റ് ആകാൻ കഴിയുള്ളൂ. ബാക്കി ഞാൻ പറയുന്ന ഫീൽഡിൽ ഒന്നും, ഒരു ഫീൽഡിൽ എന്ത് വേണ്ട, ഈ MPhil എടുക്കണ്ട. നിങ്ങൾക്ക് PG കഴിഞ്ഞാൽ, മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബോർഡ് ഇപ്പൊ ആയിഷ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്നെന്ത് ചെയ്യാം, എന്ന് ബോർഡിട്ട് നിങ്ങൾക്ക് ഇരിക്കാം. ഓക്കെ, ഇനി അടുത്തത് കൺസ്യൂമർ സൈക്കോളജി. കൺസ്യൂമർ സൈക്കോളജി എന്ന് പറയുന്നത് ഇപ്പത്തെ ഈ ബിസിനസ്സിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സൈക്കോളജിയാണ്. ഇപ്പൊ എങ്ങനെ സെയിൽസ് കൂട്ടാം, എങ്ങനെ അഡ്വർടൈസ് ചെയ്താൽ, പരസ്യം ചെയ്താൽ ആളുകളിലേക്ക് എത്തും, ആളുകൾക്ക് ഏതൊക്കെ തരത്തിലുള്ള പരസ്യങ്ങളാണ് കാണാൻ ആഗ്രഹിക്കുന്നത്, മനസ്സിലായോ? ഇങ്ങനെ തുടങ്ങിയ ഒരു കാര്യങ്ങളാണ് എന്ത് കൺസ്യൂമർ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഫീൽഡിൽ സ്കോപ്പ് ഉണ്ടോ എന്നല്ലേ, ഏത് കൺസ്യൂമർ സൈക്കോളജിയിലോ? കൺസ്യൂമർ സൈക്കോളജി സ്കോപ്പ് ഉണ്ടോ എന്നല്ലേ? കൺസ്യൂമർ സൈക്കോളജി സ്കോപ്പ് ഉണ്ട്. കൺസ്യൂമർ സൈക്കോളജിക്ക് ഇപ്പത്തെ ബിസിനസ് സ്ട്രാറ്റജി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ?
ഇപ്പൊ ഇപ്പൊ ഇറങ്ങണ റീലുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവൂടാ. എന്താ ഇപ്പൊ ഇറങ്ങണ റീലുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഒരാള് എന്ത് ചെയ്യുന്നു, 199 രൂപക്ക് ടീഷർട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ എറിയണേ, ടീഷർട്ട്, പാന്റ്, പിന്നെ എന്തൊക്കെ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എറിയുണ്ടല്ലോ. എറിയാന്ന് ഉദ്ദേശിച്ച് മനസ്സിലായല്ലേ? ആ ഒരു സാധനം ഇങ്ങനെ പെട്ടെന്ന് വന്നത് അത് നമ്മളത് കണ്ടിട്ടാണല്ലോ അത് കണ്ടിട്ടാണല്ലോ കാണാൻ പോകുന്നത് അല്ലേ? നമ്മൾ സാധനം പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താ അതില് ഇതൊക്കെ ഒരു കൺസ്യൂമർ സൈക്കോളജിസ്റ്റിന്റെ ഒരു പ്രത്യേകതയാണ്. അവരാണ് അവർക്ക് മനസ്സിലാകുന്നത് എങ്ങനെയൊക്കെ പരസ്യം ചെയ്താലാണ് ആളുകൾ എന്ത് ചെയ്യുക നമ്മളെ ഷോപ്പിലേക്ക് വരാം. ഇപ്പോ നിങ്ങൾ ഹൈലൈറ്റ് മാളിന്റെയും പിന്നെ നമ്മളെ മാളുകളൊക്കെ ഉണ്ടല്ലോ, മാളുകളുടെ ഒക്കെ സ്ട്രക്ചർ നോക്കി അല്ലെ, നമുക്ക് എല്ലാ ഫെസിലിറ്റി മാള് തരും. ഇപ്പൊ നമുക്ക് മാളിന്ന് നിങ്ങൾ നമ്മളൊക്കെ റോഡിലൊക്കെ തുപ്പുന്നൊരു സ്വഭാവമല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വേസ്റ്റ് എന്തുണ്ടെങ്കിൽ നിലത്തിടുക, ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുപ്പി നിലത്തിടുക, അങ്ങനത്തെ പല സ്വഭാവങ്ങളും നമുക്കൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മള് മാളിൽ പോയാല് നിങ്ങൾ മാളിലിടുമോ? മാളിൽ തുപ്പോ? മാളില് നിങ്ങൾ എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിൽ നിലത്തിടുമോ? കുപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾ കീശ വെക്കും. ഒരു സാധനം നമ്മൾ നിലത്തിടില്ല. കാരണം എന്താ? മാൾ അത്രയും വൃത്തിയാണ് അല്ലേ? ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യില്ല, നമുക്കൊരു ബോധം വരും. മനസ്സിലാവുണ്ടോ? പിന്നെന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞ കുപ്പി എന്ത് ചെയ്യും, മാളിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ പുറത്ത് വലിച്ചെറിയും. അല്ലെങ്കിൽ മാളിന്ന് ഇറങ്ങിയിട്ടേക്ക് നമ്മൾ തുപ്പുക. മാളിൽ നമ്മൾ തുപ്പൂല. കാരണം എന്താ? അവിടെ കൺസ്യൂമർ സൈക്കോളജിസ്റ്റിന്റെ ഒരു പവർ അവിടെയാണ്. ആ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തു ഇങ്ങനത്തെ ഒരു എക്സ്പോഷർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾ ഇവിടെ തുപ്പില്ല, ആളുകൾ ഇവിടെ വേസ്റ്റ് ഇടില്ല എന്ന ഒരു കോൺസെപ്റ്റ് ആർക്കാണ് മനസ്സിലാവുക? ഒരു കൺസ്യൂമർ സൈക്കോളജിസ്റ്റുകൾക്ക് മനസ്സിലാവുക. ഓക്കെ അല്ലേ? അപ്പൊ സ്കോപ്പ് ഉണ്ടോ? അപ്പൊ ആ അതന്നെ, കമ്പനിയിലൊക്കെ എന്ത് ചെയ്യും, റിക്രൂട്ട് ചെയ്യും, കൺസ്യൂമർ സൈക്കോളജിസ്റ്റിനൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ കൗൺസിലിംഗ് സൈക്കോളജി എല്ലാവർക്കും അറിയുന്ന ഒരു ഫീൽഡാണ്. അതായത് ഇപ്പം നമുക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പോയി പറയാൻ പറ്റുന്ന ഒരു ഇടമാണെന്ത് കൗൺസിലിംഗ് സൈക്കോളജി. ഇപ്പം നമുക്ക് ഡിപ്രഷനോ സ്ട്രെസ്സോ പിന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി പറയാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് കൗൺസിലിംഗ് സൈക്കോളജി എന്നുള്ളത്. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അല്ലാത്ത എല്ലാ എലിജിബിലിറ്റിയും PG മാത്രം മതി. ഓക്കെ. പിന്നെ നമുക്ക് കുറച്ച് ഇന്റേൺഷിപ്പും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ചൊരു ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കൗൺസിലിംഗ് സൈക്കോളജി. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൃത്യമായി നല്ല ശമ്പളം കിട്ടുന്ന ഒരാളെടുത്ത് തന്നെ നമുക്ക് 2-3K ഒക്കെ എന്ത് ചെയ്യാം ഒരാടുത്ത് തന്നെ വാങ്ങാൻ കഴിയും. ഒരു ദിവസം 5 ആളൊക്കെ നമ്മളെ കൗൺസിലിംഗ് സെന്റർക്ക് വരാന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി. അപ്പൊ അതിന്റെ എല്ലാ ഫീൽഡിലും പുറത്ത് സ്കോപ്പ് ഉണ്ടാ. നമ്മൾ ഈ പറയുന്ന എല്ലാ ഫീൽഡിലും ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഞാൻ പറയുന്ന ഈ ഫീൽഡിനെക്കാട്ടിലും കൂടുതലായിട്ട് സ്കോപ്പ് പുറത്തുള്ളത്. ഇന്ത്യയിലൊക്കെ ഇത് വരുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാനത് കൾച്ചറൽ സൈക്കോളജി പറഞ്ഞില്ലേ. അപ്പൊ നമ്മളെ കൾച്ചറിൽ എന്താണ്, ഈ ഫീൽഡൊക്കെ ഇങ്ങനെ ഇപ്പൊ ഈ അടുത്തായിട്ട് എമർജ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പുറത്തൊക്കെ എന്നോ എമർജ് ചെയ്ത്. അവിടെയൊക്കെ ഓരോ ആളുകൾക്കും ഇപ്പം USA പോലുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ എന്താണ്, അവർക്കൊക്കെ സൈക്കോളജിസ്റ്റ് അവരുടെ വീട്ടിൽ പോലാണ്. ഇവിടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ സൈക്കോളജിസ്റ്റുകൾ ഒരു റൂം എടുത്ത് അവിടെ ഇരിക്കലാണ്, നമ്മളെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോലാണ്. പക്ഷെ പുറത്തൊക്കെ എന്താണ്, സൈക്കോളജിസ്റ്റുകൾ എന്ത് ചെയ്യും, നമ്മളെ വീട്ടിലേക്ക് വരും. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കോൾ ചെയ്യുക, എനിക്ക് ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായി ഈ ഒരു സമയത്ത് നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യുക, സൈക്കോളജിസ്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യുക, വീട്ടിലേക്ക്. ഇങ്ങോട്ടാണ് കാര്യങ്ങൾ ചോദിക്കുക. ഓക്കെ. അത്രയും വളർന്നവിടെ നമ്മളവിടെയൊക്കെ എത്തും എന്ന് വിചാരിച്ചിരുന്നോളി. ഓക്കെ. അപ്പൊ കൗൺസിലിംഗ് സൈക്കോളജി മനസ്സിലായല്ലോ. പിന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളെ ഈ അടുത്ത് കേരള സർക്കാർ കൊണ്ടുവന്നൊരു നിയമമാണ് എന്ത്,
എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും എന്തുണ്ടായിരിക്കണം? ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് ഉണ്ടായിരിക്കണം എന്ന് പുതിയൊരു നിയമം വരണം. അപ്പൊ അത്രയും കേരളത്തിൽ എത്ര സ്കൂളുണ്ട്? ഒരുപാട് സ്കൂളില്ലേ? ആ സ്കൂളിലേക്കൊക്കെ ഒരു സൈക്കോളജിസ്റ്റ് വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കോപ്പ് ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ഉണ്ടെന്ന്. എത്ര സ്കൂളുകളുണ്ട്, എത്ര ഹയർ സെക്കൻഡറി സ്ഥാപനങ്ങളുണ്ട്, എത്ര കോളേജുകളുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും സ്കോപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നത് അത്രയും സ്കോപ്പ് നിരന്ന് കിടക്കുകയാണ്. നിങ്ങളൊക്കെ അതിലേക്ക് ഒന്ന് എത്തിപ്പിടിക്കാൻ ഉള്ള ഒരു ശ്രമം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാനുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ സൈക്യു നിങ്ങൾക്ക് നൽകും. ഓക്കെ, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു മടിയും കൂടാതെ ചോദിക്കട്ടോ. അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റിന്റെ റോള് പറഞ്ഞില്ലേ, എങ്ങനെയാണ് ക്ലാസ് റൂം സെറ്റിങ്സ് എങ്ങനെ ആയിരിക്കണം, പിന്നെ ഒരു ടീച്ചറിന്റെ ടീച്ചിങ് സ്റ്റൈൽ എന്തായിരിക്കണം, പിന്നെ അവിടെ ഉള്ള സ്റ്റുഡൻസിന്റെ കൺസേണുകൾ എന്തായിരിക്കണം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ഫീൽഡാണ് എന്ത്, എഡ്യൂക്കേഷണൽ സൈക്കോളജി. അപ്പൊ ഈ ഒരു ഫീൽഡാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. അതിപ്പോ വലിയ രൂപത്തിൽ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. പിന്നെ സ്പോർട്സ് സൈക്കോളജി ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് സ്പോർട്സ് സൈക്കോളജി എന്നുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുട്ബോൾ ക്ലബിന് ഒരു സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ഉണ്ടായിരിക്കണം. ഒരു ക്രിക്കറ്റ് ക്ലബിന് എന്തായിരിക്കണം? ഒരു സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ഉണ്ടായിരിക്കണം. കാരണം എന്താണ്, ഇപ്പൊ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ക്ലബിന് ഫിറ്റ്നസിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഒരാളുണ്ടാവും. എന്താ പിന്നെ പേര്, ഫിറ്റ്നസ് ഓർമ്മ കിട്ടുന്നില്ല. എല്ലാ ടീമിനും ഉണ്ടാവും, പക്ഷെ ഒരു ടീമിനും സൈക്കോളജിസ്റ്റ് ഉണ്ടാവില്ല. ആൾക്കാർക്ക് അത്ലറ്റ്സിനൊക്കെ കളിച്ചാൽ മതി, കളിയുടെ കൂടെ അവിടെ മെന്റൽ ഹെൽത്ത് പ്രാമുഖ്യം കൊടുക്കണം എന്നുള്ള ചിന്ത ഇവിടെ അടുത്തായിട്ടാണ് വരുന്നത്, അതിൻ്റെ ഒരു സ്വീകാര്യത. ഓക്കെ, അപ്പൊ ഈ ഒരു മേഖലയിലേക്ക് താല്പര്യമുള്ള, അതായത് ഒരു സ്പോർട്സ് ഫീൽഡാണ് എൻ്റെ ഫീൽഡ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡാണ് എന്നൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് പറ്റുന്ന ഒരു ഫീൽഡാണ് സ്പോർട്സ് സൈക്കോളജി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫോറൻസിക് സൈക്കോളജി അല്ലെ. ഫോറൻസിക് സൈക്കോളജി ഇതുപോലെ തന്നെ എന്താണ്, ഇപ്പൊ എമർജിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ഫോറൻസിക് സൈക്കോളജി. ഫോറൻസിക് സൈക്കോളജിയിൽ പറയുന്നത് എന്താണ്, ലോ ഉണ്ടല്ലോ, നമ്മളെ കോർട്ട് എന്ന് പറഞ്ഞ കോടതിയിൽ എന്തെങ്കിലും ഒരു ശിക്ഷ വിധിക്കാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ റോൾ നിങ്ങൾ മനസ്സിലാക്കട്ടോ. ഉദാഹരണം മാത്രം പറയാണ്. ഇപ്പൊ ദിലീപിന്റെ കേസ് ഉണ്ടല്ലോ, ആ ഒരു കേസിൽ ദിലീപിനെ എന്ത് ചെയ്തു, കോടതിയിൽ ഒരു 2 വർഷ ശിക്ഷ വിധിച്ചു എന്ന് കൂട്ടിക്കോ. ജസ്റ്റ് ഇമാജിൻ, 2 വർഷത്തെ ശിക്ഷ വിധിക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ റോൾ എന്താണെന്ന് പറയാം. ആ ദിലീപിന് എന്തെങ്കിലും തരത്തിലുള്ള മെന്റൽ അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ദിലീപിന് മുമ്പെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ദിലീപ് ഈ ഒരു ഇൻസിഡന്റിലേക്ക് പോകാൻ കാരണം, എന്താണ് അവനെ പ്രേരിപ്പിച്ചത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാരണങ്ങളുണ്ടാവും. അതായത് ഈ ആളുടെ എല്ലാ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും പരിശോധിച്ച് ഇതുകൊണ്ടാണ് ഇയാൾ ഈ ക്രൈം ചെയ്യാൻ കാരണം എന്ന് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു ടീമാണ് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത്. നിങ്ങൾ സിനിമ കണ്ട് ഫോറൻസിക് എന്നൊക്കെ കേൾക്കുന്ന ആ ഒരു ഇതല്ല ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത്. മറ്റേ ഫോറൻസിക് സയൻസ് ആണ്. ഫോറൻസിക് സയൻസ് ആയിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് എപ്പോഴും വരിക. അതായത് ഒരു ലബോറട്ടറി പോയിട്ട്, അല്ലെങ്കിൽ ഒരു മർഡറൊക്കെ കഴിഞ്ഞ ഒരു ഏരിയയിൽ പോയിട്ട്, കൊലപാതകമൊക്കെ കഴിഞ്ഞ ഒരു ഏരിയയിൽ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക, അതിനെ അനലൈസ് ചെയ്യുക, അത് ഫോറൻസിക് സയൻസ് ആണ്. ഓക്കെ, ആ ഫീൽഡ് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഫോറൻസിക് സൈക്കോളജി എന്താണ് ചെയ്യുന്നത്, ഈ കോർട്ടിലുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട
കാര്യങ്ങള്, അതായത് വിക്ടിമിനെ കുറിച്ച് പഠിക്കുക, ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഫോറൻസിക് സൈക്കോളജി ചെയ്യുന്നത്. ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട് അല്ലെ, സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ ഉണ്ട്, അങ്ങനത്തെ ഒരു പേപ്പർ ഉണ്ട്. അതിലെന്ത് ചെയ്യാം, കൂടുതലായിട്ട് പഠിക്കാൻ കഴിയും. ഇപ്പൊ നിലവിൽ നമ്മുടെ ചാപ്റ്റർ അവസാനിച്ച് 2 ചാപ്റ്റർ എന്ന് തീർത്തിട്ടോ. നമ്മൾ 7:30 തുടങ്ങിയാണ്, 8:43 ഞാൻ 1 മണിക്കൂർ കൊണ്ട് കഴിയുമെന്ന് വിചാരിച്ചായിരുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളിട്ടോ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കിട്ടോ, എന്നാലും ഇപ്പൊ അത് എന്താന്ന് മാത്രം ചോദിക്കണുള്ളൂ എന്തെങ്കിലുമൊക്കെ. പിന്നെ എൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഞാനൊരു കൂടുതലായിട്ടൊരു മലപ്പുറം സ്ലാങ് കയറി വരും സംസാരത്തിൽ, മനസ്സിലാവാത്ത. അപ്പൊ കഴിഞ്ഞൊരു ക്ലാസ് ഇതുപോലെ കോട്ടയത്തോ ഇടുക്കിയുള്ള ഒരാളുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാവണില്ല, കാരണം ഒരു മലയാളം സ്ലാങ് കൂടുതലായിട്ട് വരും. അപ്പൊ അങ്ങനെ മനസ്സിലാവത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയണം, ഓ ഭാഷ മാറ്റണം. ഇങ്ങനെ പറയുമ്പോഴാണ് ഒരു എന്ത് ചെയ്യാ, കൂടുതലായിട്ട് ഒരു കംഫർട്ട് കിട്ടുക ഈ ഒരു ഭാഷ സംസാരിക്കുമ്പോൾ. ഞാൻ മലപ്പുറമാണ്. ഇവിടെയുള്ള സ്റ്റുഡൻസ് ഒക്കെ മലപ്പുറത്താണെന്ന് വിചാരിക്കുന്നു. ഇംദാദ് ഐക്കരപ്പടി, പിന്നെ മുസിന് മലപ്പുറം അല്ലേ? അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, നമ്മക്ക് നമ്മളെ ഭാഷയിലുള്ള ക്ലാസ് എടുക്കല്ലേ. എടപ്പാള്, എടപ്പാൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമുക്ക്. എടപ്പാള് ഇവിടെ പടിഞ്ഞാറങ്ങാടി, പിന്നെ മാങ്ങാട്ടൂര്, പരപ്പനങ്ങാടി അല്ലേ? അപ്പൊ ഒക്കെ മലപ്പുറത്താരന്നെ അല്ലേ? നമുക്ക് സിമ്പിളായി ക്ലാസ് എടുത്ത് പോകാലോ പനി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളെ ക്ലാസ്സുകളൊക്കെ എന്തായിരിക്കും, ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ ആപ്പിൽ ചെറിയൊരു അതിൻ്റെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. അത് ഒരു ആഴ്ച, ഒരു 1 വീക്കിനുള്ളിൽ എന്തായിരിക്കും അത് റെഡി ആവുമെന്ന് വിചാരിക്കുന്നത്. റെഡി ആയില്ലെങ്കിൽ എന്തായിരിക്കും, എല്ലാ ക്ലാസ്സും ഇതുപോലെ കൃത്യമായിട്ട് ലൈവ് സെഷൻ ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട്? എനി ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു അല്ലെ? വൈൻഡപ്പ് ചെയ്യല്ലേ? എന്താണ് സോഫാർ നിങ്ങൾ ആദ്യത്തെ ഈ ഒരു ഇന്നലെ സെഷൻ കേട്ടവരുണ്ടാവും, ഇന്നത്തെ ഓക്കെ, ഇന്നത്തെ സെഷന്റെ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. എന്തെങ്കിലും നമ്മുടെ സെഷനിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സൈക്യു ടീമിനായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളെ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും സൈക്കോളജിയിൽ ഇഗ്നോ ഫസ്റ്റ് ഇയർ ആയിട്ടുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും, പരിചയത്തിലുള്ളതോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈക്യു ഈ ഒരു പ്ലാറ്റ്ഫോമിനെ മറ്റുള്ളവർക്ക് കൂടി എത്തിക്കുക. കാരണം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും 10,000 അല്ലെങ്കിൽ അതിന് മുകളിലേക്കൊക്കെയുള്ള ഒരു എമൗണ്ടിലാണ് കൊടുക്കുന്നത്. 10,000, 15,000 അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചപ്പോൾ കേൾക്കാൻ സാധിച്ചു. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് വെറും 3,000 രൂപക്ക് മാത്രമാണ്. ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി നോക്കി. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പം നിങ്ങൾക്ക് കൂടുതൽ സൈക്കോളജി ക്ലാസ് കിട്ടണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളിലേക്കൊക്കെ എന്ത് ചെയ്യാം, അതന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ക്ലാസ് ആഗ്രഹം ഉള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എത്തിക്കാം. നിങ്ങൾക്ക് ഒറ്റക്കും പഠിക്കട്ടോ, ഒറ്റക്ക് പഠിക്കുന്നതിന്റെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ട്യൂഷൻ എടുത്താനുള്ള ഉപകാരം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അതൊരിക്കലും വേസ്റ്റ് ആവില്ല. നിങ്ങൾക്ക് കോൺസെപ്റ്റ് കിട്ടും. ചിലപ്പോൾ പരീക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, എക്സാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇഗ്നോന്റെ എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ അറിയാം, ഇന്നലത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, നമ്മൾ എഴുതിയ
ആൻസർ പേപ്പറൊക്കെ എവിടേക്കാ പോവുക അറിയോ? നോർത്തിലേക്കാ പോവുക. അത് ഡൽഹി പോലത്തെ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരാണ് എന്ത് ചെയ്യുക, അത് കൈകാര്യം ചെയ്യുക, അതിന്റെ മാർക്ക് ഇവാലുവേഷൻ ഒക്കെ ചെയ്യുക. അപ്പൊ അവരെന്ത് ചെയ്യും, അവർക്ക് തോന്നുന്ന അവരേത് മൂഡിലാണുള്ളത് ആ മൂഡിനനുസരിച്ചായിരിക്കും മാർക്ക് കിട്ടുക. ഒരു സമയത്ത് ഇപ്പൊ ഞാൻ തേർഡ് ഇയർ ഒക്കെ എഴുതിയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, തേർഡ് ഇയർ എഴുതിയ സമയത്ത് ഏത് സബ്ജക്റ്റ് ആയിരുന്നു, അബ്നോർമൽ സൈക്കോളജി. അബ്നോർമൽ സൈക്കോളജി എഴുതിയ സമയത്ത് ഞാനൊക്കെ നല്ല പഠിച്ച് പോയിന്റ് ഔട്ടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് പോയ ഒരു എക്സാം ആയിരുന്നു. പക്ഷെ എന്തായിരുന്നു, ആ എക്സാമിൽ തോറ്റു, വെറും 5 മാർക്ക്. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ എക്സാം എഴുതിയ അന്ന് 300 ചില്ലാനം കുട്ടികളായിട്ട് തോന്നുന്നുണ്ട്, 300 എത്ര, ഞങ്ങളെ സ്റ്റുഡൻസ് ഗ്രൂപ്പിലൊക്കെ മുഴുവൻ ചർച്ച. എല്ലാവർക്കും ഒരു 100ന്റെ മുകളിലേക്കുള്ള കുട്ടികൾക്ക് 0 മാർക്കാണ്. വെറും 0 മാർക്ക്. 10ന്റെ മുകളിലേക്ക് കടന്ന വെറും 5 കുട്ടികൾ ഉണ്ടായിട്ടുള്ളൂ. എല്ലാവരും എക്സാം എഴുതി എല്ലാവരും തോറ്റു. അപ്പൊ അതൊക്കെ എന്താണ്, ഇഗ്നോന്റെ എക്സാം പറഞ്ഞാൽ ബാക്കിയാണ്. അതാണ് മെയിനായിട്ട് ഞാൻ നിങ്ങൾ ആദ്യം ഓർമ്മിച്ചു കേട്ടോ. ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ഓർമ്മ വേണം. അതിന് പുറമെ ഈ ട്യൂഷൻ എടുക്കുന്നത് കൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഈ കോൺസെപ്റ്റ് മനസ്സിലാവും. ഏതായാലും സൈക്കോളജി പഠിക്കല്ലേ, എന്തായാലും പഠിക്കല്ലേ, ഇതെന്താ നമുക്കൊരു കരിയറാക്കി മാറ്റിയൂടെ അല്ലെ? ഈ പഠിക്കുന്ന സംഗതി നിങ്ങൾക്കൊരു കരിയറാക്കി മാറ്റിയാൽ അത് നമുക്ക് എന്ത് ചെയ്യും, വലിയ രൂപത്തിൽ പിന്നീട് ഉപകരിക്കും. അപ്പൊ ഇങ്ങനത്തെ ട്യൂഷൻ എടുക്കുന്നത് കൊണ്ട് കോൺസെപ്റ്റ് ക്ലിയർ ആവും. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ എന്ത് ചെയ്യും, ഒക്കെ തീർക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇനി കരിയറിൽ നിങ്ങൾക്ക് ഏത് മേഖലയിലോട്ടാണ് താല്പര്യം, അതിലേക്കുള്ള ഗൈഡൻസ് നമുക്ക് നൽകാൻ കഴിയും. അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും എന്ത് ചെയ്യും, ഈ ട്യൂഷൻ എടുക്കുന്നതിലൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടും. അതെന്തെങ്കിലും ഒറ്റക്ക് പഠിച്ചാൽ ഒരിക്കലും കിട്ടൂല. 8:50 എല്ലാവർക്കും വിശക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്നാ നിർത്താം കേട്ടോ, എനിക്കെല്ലാം വിശക്കുന്നുണ്ട്. ഓക്കെ എന്നാ ശരി. ഇനി നാളെ സെഷൻ ഉണ്ടാവുമെന്ന് അറിയില്ല. ഓക്കെ, സൈക്യൂ ടീം നിങ്ങളെ അറിയിക്കും. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.